ലഹരി സംഘങ്ങൾ വരെ ഹൈടെക്കായി മാറിയ ഇക്കാലത്ത് അവരെ പിടികൂടാൻ സ്വന്തമായി ഒരു വാഹനം പോലുമില്ലാതെ വലയുകയാണ് അന്തിക്കാട് എക്സൈസ്. പട്രോളിംഗിനായി ആകെ ഉണ്ടായിരുന്ന വാഹനം കട്ടപ്പുറത്തായിട്ട് 1.5 വർഷം പിന്നിട്ടു. ഉപയോഗശൂന്യമായി തുരുമ്പെടുത്തു കിടക്കുന്ന വാഹനങ്ങൾ തന്നെ അന്തിക്കാട് എക്സൈസ് റേഞ്ചിലെ നിലവിലെ അവസ്ഥ വ്യക്തമാക്കും. അന്തിക്കാട് എക്സൈസിന്റെ പെട്രോളിംഗ് സംവിധാനം നിശ്ചലമായിട്ട് 1.5 വർഷത്തോളമായി. ഡ്രൈവർ തസ്തിക ഇല്ലാത്തതിനാൽ മറ്റ് റേഞ്ചുകളിൽ നിന്ന് പുറന്തള്ളുന്ന പഴകിയ വാഹനങ്ങളാണ് മുൻപ് ഇവിടെ എത്തിച്ചിരുന്നത്. ഇപ്പോൾ ഡ്രൈവർ തസ്തിക അനുവദിച്ചെങ്കിലും പുതിയ വാഹനം മാത്രം എത്തിയില്ല. ലഹരി വിൽപ്പനയെക്കുറിച്ചോ ഉപയോഗത്തെക്കുറിച്ചോ വിവരം ലഭിച്ചാൽ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് റെയ്ഡിനായി ആകെയുള്ള ആശ്രയം സ്വന്തം ഇരുചക്ര വാഹനങ്ങളാണ്. കൂടുതൽ ഉദ്യോഗസ്ഥർ പോകേണ്ട സാഹചര്യങ്ങളിൽ വാടക വാഹനം വിളിച്ചു വരുത്തണം. വണ്ടി സംഘടിപ്പിച്ച് എക്സൈസ് സംഘം സംഭവസ്ഥലത്തെത്തുമ്പോഴേക്കും ലഹരി സംഘങ്ങൾ സ്ഥലം വിട്ടിട്ടുണ്ടാകും. കോൾ മേഖലകളും ഉൾപ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികളെ അടക്കം കണ്ണികളാക്കി ലഹരി സംഘങ്ങൾ വിലസുമ്പോൾ എക്സൈസ് ഉദ്യോഗസ്ഥർ കാഴ്ചക്കാരാവുകയാണ്. സർക്കാർ വലിയ പ്രചരണമൊക്കെ നടത്തുന്നുണ്ട്, MDMA-ക്കെതിരെ മറ്റേന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ എക്സൈസ് യാത്ര ചെയ്യുന്നതിന് വേണ്ടിയുള്ള ജീപ്പുകൾ വെക്കം കട്ടപ്പുറത്താണ്. ഇപ്പോ ജീപ്പ് ഇല്ല ഇവിടെ. വളരെ ഗൗരവമായിട്ട് ഇടപെടേണ്ട കാര്യമാണിത്. 5 പഞ്ചായത്തുകൾ ചേർന്ന വലിയ പ്രദേശമാണ് ഈ എക്സൈസിന് വേണ്ടിയിട്ട് ഉള്ളത്. അവിടേക്കൊക്കെ ഓടിയെത്താൻ ബൈക്കുമ്മലാണ് ഈ ഉദ്യോഗസ്ഥന്മാർ പോകുന്നത്. ആത്മാർത്ഥമായിട്ട് ഇവിടെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ പ്രവർത്തിക്കാൻ തയ്യാറുണ്ട്. പക്ഷെ അതിനാവശ്യമുള്ള വാഹനങ്ങൾ ഇല്ലാത്തൊരു പ്രശ്നം വളരെ ഗൗരവമാണ്. മാത്രമല്ല മാഫിയകള്, ഈ കഞ്ചാവ്, അതുപോലെ തന്നെ മദ്യമാഫിയകള്, കഞ്ചാവ് മാഫിയൊക്കെ നല്ലോണം വിലസുന്ന ഗുണ്ടാ സംഘങ്ങളൊക്കെ വിലസുന്ന ഒരു പ്രദേശമാണ്. ചേരിതിരിഞ്ഞുള്ള ഗുണ്ടാക്രമണങ്ങളും കൊലപാതകങ്ങളും ലഹരിക്കടത്തും വർദ്ധിക്കുന്ന അന്തിക്കാട് റേഞ്ചിലാണ് ഈ അവഗണന. തൊട്ടടുത്ത ചേർപ്പ്, കോലഴി എന്നീ റേഞ്ചുകളിലും ജീപ്പില്ലാത്ത അവസ്ഥയുണ്ട്. TCV ന്യൂസ്, അന്തിക്കാട്.